ഹായ് ഫ്രണ്ട്സ്, മലേഷ്യയിലെ ഗോംബക് സിറ്റിയിലെ ലൈംസ്റ്റോൺ കേവ് കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് ബട്ടു കേവ്. ഇവിടെ എത്തിയപ്പോൾ ആയിരക്കണക്കിന് പ്രാവുകൾ ഇങ്ങനെ പറന്നിറങ്ങുന്ന കാഴ്ച, മനോഹരമായ ദൃശ്യം, അതിൻ്റെ സൗണ്ട്, ഇതെല്ലാമായിരുന്നു ഞങ്ങളെ സ്വീകരിച്ചത്. വലിയ ലൈംസ്റ്റോണിൻ്റെ മലകളാണ് ഈ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനാമതസ്ഥരായ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഗുഹയും ക്ഷേത്രവും സന്ദർശിക്കാനായി ദിനം പ്രതി എത്തുന്നുണ്ട്. ആ കാണുന്ന വർണ്ണവൈവിധ്യം നിറച്ച 272 പടികൾ താണ്ടി മുകളിലെത്തിയാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുണ്ണാമ്പ് കല്ലിൽ വിരിഞ്ഞ ഗുഹകൾ കാണാം. ലോകത്തെ ഉയരം കൂടിയ സ്റ്റാച്യുകളിലൊന്നായ മുരുകഭഗവാന്റെ പ്രതിമയാണ് ഈ കാണുന്നത്. 42.7 മീറ്റർ ഉയരം, അതായത് 140 അടി. 400 മില്യൺ വർഷം പഴക്കമുള്ള ആ ഗുഹയും അതിനുള്ളിലെ ആ ക്ഷേത്രവും കാണാൻ ഞാനും തീരുമാനിച്ചു. വേഗം കുറച്ച് പടികൾ കയറി ഒന്ന് തിരിഞ്ഞു നോക്കി. മനോഹരം. ഒരു വശത്തുകൂടി ഭക്തർ മുകളിലേക്കും മറ്റൊരു വശത്തുകൂടി താഴേക്കും വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ പടികളൊന്ന് ശ്രദ്ധിക്കൂ. കുത്തനെയുള്ള കുഞ്ഞു 272 പടികളുണ്ട്. ഈ പടികളിൽ കൂടിയുള്ള കയറ്റവും ഇറക്കവും അല്പം ആയാസമാണ്. ലിഫ്റ്റും കേബിൾ കാറും ഒന്നും കിട്ടില്ല. മുകളിലെത്തി ഭഗവാനെ കാണണമെങ്കിൽ ഇത്രയും പടി കയറി തന്നെ അവിടെ എത്തണം. ഏന്തിയും വലിഞ്ഞും ഞരങ്ങിയും മൂളിയും ഒരുവിധം ഗുഹാ കവാടത്തിലെത്തി. ചുണ്ണാമ്പ് കല്ലിൽ പ്രകൃതി ഒരുക്കിയ ശില്പഭംഗി കണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നുപോയി. മുഖ്യ കവാടവും കടന്ന് അകത്തെത്തിയാൽ കാണേണ്ട കാഴ്ച തന്നെ. പക്ഷികൾ ഒച്ച വെച്ച് പറന്ന് നടപ്പുണ്ട്. അകലിൽ നിന്നും മയിലിൻ്റെ കരച്ചിലും കേൾക്കാം. ഇനി കുറച്ച് പടികൾ ഇറങ്ങാനുണ്ട്. ആ കാണുന്നതാണ് പ്രധാന ക്ഷേത്രം. മലേഷ്യയിലെ തമിഴ് ജനതയുടെ നേതാവും വ്യവസായ പ്രമുഖനുമായിരുന്ന തമ്പുസ്വാമി പിള്ള 1891 പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യ സ്വാമിയുടേതാണെങ്കിലും സുബ്രഹ്മണ്യൻ്റെ ഭാര്യ വള്ളിയുടേതായി പ്രത്യേകം ഒരു പ്രതിഷ്ഠയും ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും അവിടെയുണ്ട്. ഇവിടെയാണ് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പൂജകൾ നടക്കുന്നുണ്ട്. സുബ്രഹ്മണ്യൻ്റെ വാഹനമായ മയിലിൻ്റെ വെള്ളിയിൽ തീർത്ത ഒരു രൂപം ഒരിടത്തായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഭഗവാന്റെ രൂപം വീഡിയോ എടുക്കാറില്ല. കുറച്ചാളുകൾ വീഡിയോ എടുക്കുന്നത് കണ്ടാണ് ഞാനും എടുത്തത്. ഭഗവാനെ ക്ഷമിക്കണേ. ഹരഹരോഹര. ഭഗവാനെ തൊഴുതു വണങ്ങി ക്ഷേത്രത്തിന് വെളിയിലേക്ക് വന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും പ്രശസ്തമായ ഹിന്ദു ആരാധനാലയങ്ങളിലൊന്നാണ് ഈ ഗുഹാക്ഷേത്രം. സുബ്രഹ്മണ്യ ഭഗവാന്റെ ഇടതുവശത്തായിട്ട് കുറച്ച് പടികൾക്ക് മേലെയാണ് ഭഗവാന്റെ പത്നി വള്ളിയുടെ പ്രതിഷ്ഠ. ആ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ പിന്നെയും കുറേ പടികൾ കൂടി കയറണം. ഗുഹയുടെ മുകളിൽ നിന്നും ചുണ്ണാമ്പ് കല്ലുകൾക്കിടയിലൂടെ ജലം താഴേക്ക് ഊർന്നിറങ്ങുന്ന അതിമനോഹരമായ കാഴ്ച. നിങ്ങൾക്ക് പടികൾ കയറാൻ കുറച്ചെങ്കിലും പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗുഹാക്ഷേത്രം കാണാതെ പോകരുത്. ഇവിടം അത്രയ്ക്ക് മനോഹരമാണ്. ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹയിലേക്കെന്നുള്ള രീതിയിലാണ് ഇവിടെ ക്ഷേത്രങ്ങൾ പണിതിട്ടുള്ളത്. ഗുഹയിൽ അവിടെ എവിടെയായി മുകളിൽ ആകാശക്കാഴ്ചയും മരച്ചില്ലകളും കാണാം. പീലി വിടർത്തിയാടുന്ന മയിലിനെ പോലെ വർണ്ണോജ്വലമായി നിൽക്കുന്ന ബട്ടു ഗുഹ. ബ്യൂട്ടി ഓഫ് കളേഴ്സ്.
മനോഹരമായ ദൃശ്യങ്ങൾ എത്ര ആസ്വദിച്ചാലും മതിയാകില്ല. മുകളിൽ നിന്ന് ഒരു നീർത്തുള്ളി എൻ്റെ ചുമലിലേക്ക്. വർണ്ണവൈവിധ്യങ്ങൾ നിറഞ്ഞ ചുണ്ണാമ്പ് ശിലകൾ കണ്ട് മനസ്സ് നിറഞ്ഞ് വെളിയിലേക്ക് വന്നു. ഗോംബക് ജില്ലയുടെ നഗരമധ്യത്തിൽ തന്നെയാണ് ഈ ഹിന്ദു ദേവാലയം. ഗോംബക് സിറ്റിയുടെ തിരക്ക് പിടിച്ച കാഴ്ചകൾ കുറച്ച് സമയം നോക്കി നിന്നു. മെല്ലെ സൂക്ഷ്മതയോടെ താഴേക്ക്, ഒരു കാൽപാദത്തിൻ്റെ വീതി പോലുമില്ലാത്ത പടവുകൾ താണ്ടി താഴെ എത്തി. ഒരിക്കൽ കൂടി വരണമെന്ന ആഗ്രഹം ബാക്കിയാക്കി ഞങ്ങളെ ചിറകടിച്ച് സ്വീകരിച്ചവർക്ക് ഒരു ബൈ ബൈ പറഞ്ഞ് മടക്കം.